തൗതാരം പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ വികസന കോൺക്ലേവ് സംഘടിപ്പിച്ചു. പൊന്നാനിയുടെ വികസന സാധ്യതകളെക്കുറിച്ച് പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന സമഗ്രമായ വികസന രേഖ ചർച്ച ചെയ്യുന്നതിനാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. 7 വികസന മേഖലകളെ കേന്ദ്രീകരിച്ച് വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ശില്പശാലയിൽ ഉയർന്ന അഭിപ്രായ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് വികസന രേഖ തയ്യാറാക്കിയത്. KP നൌഷാദ് അലി MLA കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ഈ കാപ്പിരിക്കാട് മുതൽ അഴീക്കൽ വരെ ഒരു സമ്പൂർണമായ ഒരു കടൽ ഭിത്തി ഉണ്ടാവുകയും അതിനിടയിൽ പ്രവേശന കവാടങ്ങളും കടൽ ഭിത്തിയോടനുബന്ധിച്ച് പാത്ത് വേകളും മറ്റനുബന്ധ സൗകര്യങ്ങളുമുള്ള ഒരു സമ്പൂർണ്ണ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുകയും അതിന് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾക്കായി ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ പദ്ധതിയാണ്. അതൊരു 6 മാസം കൊണ്ട് വേണ്ട സാമ്പത്തിക ഭരണ സാങ്കേതിക അനുമതികൾ പൂർത്തിയാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമതായിട്ടൊരു പദ്ധതി, ഈ പൊന്നാനിയിലുടനീളം മഴക്കാലം വന്നു കഴിഞ്ഞാൽ വ്യാപകമായ വെള്ളക്കെട്ടുകളാണ്. അത് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല, നാഷണൽ ഹൈവേ വന്നതിന് ശേഷം പാലപ്പെട്ടി മുതലുള്ള ഇരുവശങ്ങളിലും അത് വലിയ നിലയിൽ അത് നിലനിൽക്കുന്നുണ്ട്. അത് സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ ചെറിയ തോതിലുള്ള ഇടപെടലുകൾ കൊണ്ട് ക്ഷണികമായ പരിഹാരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനും നമുക്ക് ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടി നമുക്ക് ചില കാര്യങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതും നമ്മൾ ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പ്രൊഫസർ K. ബിച്ചുകോയ അധ്യക്ഷത വഹിച്ചു. അക്ബർ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ KV അബ്ദുൽ നാസർ വികസന രേഖ MLAക്ക് കൈമാറി. ചീഫ് അഡ്വൈസർ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ അഹമ്മദ് വികസന രേഖ അവതരിപ്പിച്ചു. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. വത്സലകുമാർ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ടെക്നിക്കൽ സെഷനിൽ സിനിമാ സംവിധായകൻ ശ്രീകുമാർ മേനോൻ പൈതൃകവും ടൂറിസവും പൊന്നാനിയുടെ വികസന സാധ്യതകൾ എന്ന വിഷയത്തിലും നബാർഡ് മുൻ ജനറൽ മാനേജർ ഷാജി സക്രിയ ആശയങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തി. KV നദീർ മോഡറേറ്ററായിരുന്നു. പൊന്നാനിയാണ് ലോക ട്രേഡിൽ ഒരു വലിയ സ്ഥാനം വഹിച്ചിരുന്നു. ചേര രാജാക്കന്മാരുടെ തലസ്ഥാനം കരൂരാണെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ കരൂരായിരുന്നെങ്കിൽ വാണിജ്യ തലസ്ഥാനം പൊന്നാനിയാണെന്നോ, ഇവിടെ നിന്നാണ് കറുത്ത പൊന്ന് കൊണ്ടുപോയി ഈ സ്വർണം എന്ന് നമ്മളിന്ന് കാണുന്ന ഈ വലിയ പൊന്ന് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട് ഈ തീരങ്ങളിൽ സ്വർണം വന്നിറങ്ങിയ കഥകളോ നമ്മൾ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൊന്നാനിയുടെ ചരിത്രം അറിയാത്ത, പൊന്നാനിയുടെ ഒരു പ്രമാണിത്വം അറിയാത്ത, പൊന്നാനിയുടെ പ്രൗഢി അറിയാത്ത എത്രയോ തലമുറകൾ നമുക്കിടയിലൂടെ കടന്നുപോയി. അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, തൊഴിൽ സാധ്യതകൾ, പരിസ്ഥിതി സംരക്ഷണം, സമഗ്ര വികസനം, റെയിൽവേ, തുറമുഖം തുടങ്ങി വിവിധ മേഖലകളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച കരിയറിന് എന്തുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹോസ്പിറ്റലുകളിലെ HR, PRO, ക്വാളിറ്റി കൺട്രോളർ, ഇൻഷുറൻസ് പർച്ചേസ്, NABH തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലി നേടാൻ എടപ്പാളിലെ കരിയർ ബെഞ്ച് അക്കാദമി നിങ്ങളെ സഹായിക്കുന്നു. വിദഗ്ധരായ അധ്യാപകരുടെ കീഴിലുള്ള പരിശീലനം, മികച്ച ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ്, കരിയറിന് കരുത്തേകുന്ന AI സപ്പോർട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കഴിഞ്ഞ ബാച്ചിൽ 100% ജോലി നൽകിയ തിളക്കമാർന്ന വിജയവുമായി കരിയർ ബെഞ്ച് എടപ്പാൾ. ഇന്ന് തന്നെ അഡ്മിഷൻ നേടൂ.